ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മോൺലൈറ്റ്. 3.9 അപ്ഡേറ്റ് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന അറിയാം. ഒരുപാട് ആൾക്കാർ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ മനസ്സിലാക്കിയ കൊള്ളാം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വിത്തൗട്ട് എനി വേസ്റ്റ് ഓഫ് ടൈം, ലെറ്റ്സ് അൺവെയിൽ ദ ഫെമിലിയർ ആൻഡ് അൺഫെമിലിയർ ടിപ്സ് ഓഫ് 3.9 അപ്ഡേറ്റ്. ടിപ്പ് നമ്പർ 1 വളരെ ബേസിക് ആണ്. ഒരു ട്രാൻസ്ഫോമറിനെ എങ്ങനെ സമൺ ചെയ്യാം. നിങ്ങൾ ലൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് വെക്കണം എന്നുള്ളൊരു എക്യുപ്മെൻറ്റ് കിട്ടും. അതൊരു ഓപ്പൺ പ്ലേസിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാപ്പിൻ്റെ താഴെയായിട്ട് 6.5 മിനിറ്റ് ടൈമർ ഉണ്ടാവും. അത് റെഡ്യൂസ് ആയിട്ട് 1 മിനിറ്റ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലേസ് ചെയ്ത് 1 മിനിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ട് അതിൽ നിന്ന് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ യെല്ലോ ബോക്സ്, അതും അല്ലെങ്കിൽ ലൂട്ട് ബോക്സ് ഒക്കെ റാൻഡംലി കിട്ടും. ടിപ്പ് നമ്പർ 2, ഒരു ട്രാൻസ്ഫോമറിനെ എടുക്കുന്ന സമയത്ത് അതിന് ഫുൾ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് റീജനറേറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഡൗൺ ആവും, നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. റീജനറേറ്റ് ആയി വരാൻ 20 സെക്കൻഡ്സ് ടൈം എടുക്കും. സോ പ്രോപ്പർ കവർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക. അല്ലാത്ത പക്ഷം ഓപ്പണിലാണ് ഇതിന് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ സൈഡിൽ നിന്ന് അടി കിട്ടും. ടിപ്പ് നമ്പർ 3, ട്രാൻസ്ഫോമേഴ്സിനെ നമുക്ക് സ്റ്റിക്കി ബോംബ് യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റിക്കി ബോംബ് തന്നെ 30-32% ഹെൽത്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. 3 സ്റ്റിക്കി ബോംബ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇതിനെ ഡൗൺ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫയർ ചെയ്താലേ ഇത് ഡൗൺ ആവത്തുള്ളൂ. ഗ്രനേഡിന് സെയിം ഡാമേജ് ആണ്, പക്ഷേ അത് പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ടിപ്പ് നമ്പർ 4, മെയിൻ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ വന്നിട്ട് ഹൗ ബോർഡ് ഉപയോഗിച്ച് ഡബിൾ ജമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ള ഈ പൊസിഷനിൽ കയറാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് താഴെയൊക്കെ കാണാം. റൈറ്റിലും ലെഫ്റ്റിലും താഴെയുള്ള എനിമീസിനെ അടിക്കാനും പറ്റും, തിരിച്ചും അടി കിട്ടും. അങ്ങനത്തെ ഒരു പൊസിഷനാണ്. കവർ ചെയ്യാൻ പോലും പറ്റിക്കൊള്ളണമെന്നില്ല. നോക്കായി കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫിനിഷ് ആവും. ബിൽഡിംഗ് പുഷ് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അടിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് എനിമീസ് ഇല്ലാത്ത സമയത്ത് വിക്ടർ ഫാൻസിന് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കാനും പറ്റും. ടിപ്പ് നമ്പർ 5, ട്രാൻസ്ഫോമേഴ്സിന് നമുക്ക് ഹാർഡ് കവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്ട്രോയിഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹൈലി ഡാമേജ് ബിയർ ചെയ്യേണ്ടി വരും, നോക്ക് ആവാൻ ചാൻസ്. ലാസ്റ്റ് സോൺ ഓപ്പൺ വരികയാണെന്നുണ്ടെങ്കിൽ കവർ എടുക്കാൻ ബെസ്റ്റാണ്. ടിപ്പ് നമ്പർ 6, ട്രാൻസ്ഫോമേഴ്സിന് എല്ലായിടത്തും ഒരേ ഡാമേജ് അല്ല. കയ്യിലും കാലിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തലയിലോ ചെസ്റ്റിലൊക്കെയാണ് ഡാമേജ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വീലിലാണ് ഡാമേജ് കൂടുതൽ. സോ അത് ഫോക്കസ് ചെയ്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 7, മെയിൻ ബിൽഡിങ്ങിലെ ക്യാമ്പേഴ്സിനെ ഡയറക്റ്റ് പുഷ് ചെയ്തെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെൻട്രലിൽ ഓപ്പൺ സ്പേസിൽ വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ 2 ലൈൻ കാണും. ഹൗ ബോർഡ് ഉപയോഗിച്ച് ഡബിൾ ജമ്പ് കൊടുത്ത് അതിൻ്റെ മേലെ കയറാൻ പറ്റും. അങ്ങനെ മേലുള്ള എനിമീസ് നമുക്ക് ഈസി ആയിട്ട് അടിക്കാം. ടിപ്പ് നമ്പർ 8, ഇവൻറ്റിൽ ഇറങ്ങി ഇൻസ്റ്റൻ്റ് ആയിട്ട് പടാവണമെന്നുണ്ടെങ്കിൽ ഇവൻറ്റിൻ്റെ ബാക്കിൻ്റെ ഈ ഒരു പ്ലേസിൽ ഇറങ്ങി കഴിഞ്ഞാൽ മതി. ഇവിടെ ആകുമ്പോൾ സാവകാശം ഗണ്ണെടുത്ത് ഫൈറ്റ് എടുക്കാൻ പറ്റും ചെയ്യും. ടൈം സർവൈവ് ചെയ്യാനും പറ്റും. ഞാൻ കഥ പറഞ്ഞിരുന്ന് ഇറങ്ങാൻ ലേറ്റ് ആവുന്ന സമയത്ത് ഇവിടെയാണ് ഇറങ്ങാറുള്ളത്. അതുപോലെ ഇവൻറ്റിൻ്റെ എഡ്ജസിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട്സിൻ്റെ കില്ലും കിട്ടും. കൂടുതൽ നേരം നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 9, ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെ പുഷ് ചെയ്യാൻ നോക്കാം. സൈഡ് വഴി സ്റ്റെയറിലൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പറ്റും നമുക്ക്. അതുവഴി നമുക്ക് ഈസി ആയിട്ട് അതിനകത്തുള്ള എനിമീസിനെ അടിക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 10, ഒരു പെർട്ടിക്കുലർ സോണിന് ശേഷം ട്രാൻസ്ഫോമേഴ്സിനെ വെഹിക്കിളായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മെഗട്രോണിന് ഒരുപാട് ആൾക്കാർ റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഫയർ ബട്ടൺ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡാമേജ് ആവും. ഓപ്പണിലൊക്കെ ഒരു എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അടിക്കും. ടിപ്പ് നമ്പർ 11, 3.9 അപ്ഡേറ്റിലെ ഒരു ബെസ്റ്റ് ഫീച്ചറാണ് ഹൗ ബോർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൊക്കേഷൻസ് ക്വിക്കായിട്ട് മാറ്റാം. ഫൈറ്റിൽ നിന്ന് പെട്ടെന്ന് ഫോൾ ബാക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹൗ ബോർഡ് ഫുള്ളി അപ്ഗ്രേഡ് ആക്കി കഴിഞ്ഞാൽ തേർഡല്ല ഇമോട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടി ഹൈറ്റിൽ കയറാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ബൈ.